ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഡേറ്റ് പറഞ്ഞു തുടങ്ങാം. അതെ, ഇന്ന് ജനുവരി 24 വെള്ളിയാഴ്ചയാണ്. മകരം 11, കൊല്ലവർഷം 1200. അപ്പൊ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. എല്ലാ ദിവസവും ഫ്രഷ് സ്റ്റാർട്ടാണ്. അത് കൃത്യസമയത്ത് മോർണിംഗ് വാക്കിന്റെ സമയം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഫ്രഷായി ആ ദിനം തുടങ്ങാനുള്ള സമയമാണ് എന്ന് ഇപ്പോൾ പ്രേക്ഷകർക്കറിയാം, നമുക്കറിയാം. അതെ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ചാടി എഴുന്നേറ്റ് നമ്മുടെ പരിപാടി കാണുക, നിങ്ങളുടെ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. ഒരു സൂപ്പർ പ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് കൊച്ചിയിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന സ്പോട്ടാണ് മറൈൻ ഡ്രൈവ്. പക്ഷേ ആ മറൈൻ ഡ്രൈവിന്റെ വാക്ക് വേയുടെ ഏറ്റവും വടക്ക് ഭാഗത്തറ്റത്തുള്ള ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന ഈ വാക്ക് വേയിലാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിന് എത്തിയിട്ടുള്ളത്. അത് നമുക്ക് പിന്നിൽ കാണാം ഗോശ്രീ പാലം. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നല്ല ഇരുട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഏറ്റവും ആക്റ്റീവായി കിടക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. മാത്രമല്ല പലയിടങ്ങളിലേക്കുള്ളൊരു കണക്റ്റിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മുടെ നടത്തം തുടങ്ങുന്നത്. വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, വർത്തമാനങ്ങളുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കേണ്ടതുണ്ട്, കാഴ്ചകളുണ്ട്. അപ്പോൾ നേരം ഇങ്ങനെ പരപരാ വെളുക്കുന്നതേ ഉള്ളൂ. അവിടെ അമ്പിളിയമ്മാവൻ യാത്ര പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഈ ക്യാമറയിൽ പിന്നീട് കാണിച്ചു തരും. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ നടത്തം തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുള്ളത് മറൈൻ ഡ്രൈവിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന വാക്ക് വേയിലാണ്. വളരെ വിശാലമായൊരു വാക്ക് വേ എന്ന് പറയാം. നിരവധി ആളുകൾ ഈ വെളുപ്പാൻ കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മുന്നേ തന്നെ ഒരു 5 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, ജോഗിങ്ങിനായിട്ടും മോർണിംഗ് വാക്കിനായിട്ടും ഒക്കെ. അപ്പോൾ അവരൊക്കെ കണ്ട് സംസാരിക്കാറുണ്ട്. ഒപ്പം നല്ല കായൽ കാഴ്ചകളുണ്ട്. ഒപ്പം മാത്രമല്ല മറൈൻ ഡ്രൈവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് എന്ന നിലയിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചകളാണ് അല്ലേ. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, അതായത് നഗരത്തിന്റെ നടുവിൽ ഇത്തരത്തിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് അപൂർവമാണ്. പക്ഷേ അത്തരത്തിലുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോയാലോ? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നലത്തെ വാർത്താ ദിനത്തിൽ സംഭവിച്ചത്. മദ്യനിർമ്മാണശാല വിവാദത്തിലെ അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയതോടെ പുതിയ നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രാരംഭാനുമതിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതി പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയാൽ സമരത്തിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ ധാരണ. എന്നാൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന പരാമർശം പ്രതിപക്ഷത്ത് ശക്തമാണ്. എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആക്ഷേപങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത്. സഭാചട്ടം 285 പ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകി അഴിമതി ആരോപണം ഉന്നയിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപങ്ങൾക്ക് പക്ഷേ ഫോക്കസ് ഉണ്ടായിരുന്നില്ല. ആരാണ് അഴിമതി നടത്തിയതെന്നോ പണമിടപാടുണ്ടായെന്നോ ചെന്നിത്തല പറഞ്ഞില്ല. അഴിമതി എന്ന വാക്ക് തന്നെ 1-2 തവണ മാത്രമാണ് കേട്ടത്. ഇത് നൽകിയ ആത്മവിശ്വാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതില് അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിക്കാനോ പതിവിറങ്ങിപ്പോക്കിനോ പ്രതിപക്ഷം തയ്യാറാകാതെ വന്നതോടെ സർക്കാർ വിശദീകരണം അംഗീകരിക്കുന്നെന്ന പ്രതീതിയാണ് സഭയിൽ ഉണ്ടാക്കിയത്. എന്നാൽ മദ്യനിർമ്മാണശാല വിവാദത്തിൽ തുടർ സമരത്തിലേക്ക് പോകാനാണ് കോൺഗ്രസിലെ ധാരണ. സമരസൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ തന്നെ പദ്ധതി പ്രദേശത്ത് കൊടിനാട്ടിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എന്തെങ്കിലും നടപടി സർക്കാർ തുടങ്ങിയാൽ കോൺഗ്രസ് അപ്പോൾ തന്നെ സമരം തുടങ്ങും. ഇതിനൊപ്പം പ്രാദേശികമായി ഉയർന്നുവരുന്ന ജനകീയ സമരങ്ങളെ പിന്തുണയ്ക്കാനുമാണ് പ്രതിപക്ഷത്തെ ധാരണ. മുഖ്യമന്ത്രിയുടെ മറുപടിയെ ഖണ്ഡിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനും നീക്കമുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും ആ പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു, പദ്ധതി അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. അപ്പോൾ ഒരു വിവാദം അത് കുറെ നാളത്തെ കെട്ടടങ്ങാതെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോൾ തന്നെ വീണ് കിട്ടിയ ഒരു ആയുധം അത് കൃത്യമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് ആയിട്ടില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഉയർന്നു വരുന്നു. പ്രതിപക്ഷത്തിന് കരുത്താത്തത് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ പ്രതിഷേധമാണ്. ശക്തമായി തന്നെ ഈ പദ്ധതിക്കെതിരെ നാട്ടുകാർ രംഗത്തുണ്ട്. CPI ഒരു ഭാഗത്ത് അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ എന്ന് പറയാതെ കൃത്യമായ മറുപടി പറയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പക്ഷേ വരും ദിവസങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതിപക്ഷവും സർക്കാരും ഒരുപോലെ തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ്. സഭയിൽ മുഖ്യമന്ത്രി അതിന് ഇന്നലെ മറുപടി നൽകി. അപ്പോൾ സഭയിൽ ഇന്നലെ പ്രതിപക്ഷത്തിന് ആ ഒരു വിഷയം കൃത്യമായി ഉന്നയിക്കാൻ സാധിച്ചില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളും വരുന്നുണ്ട്. ഇനി നമ്മൾ മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറം മൂർങ്ങാട്ടീരി കൂരങ്കലിൽ കിണറ്റിൽ വീണ കാട്ടാനയെ 20 മണിക്കൂറുകൾക്ക് ശേഷം കാടുകയറ്റി. ഒരു പകൽ നീണ്ടുനിന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ശേഷം രാത്രി 7:15 രക്ഷാദൗത്യം ആരംഭിച്ചത്.
ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ആനയെ പ്രദേശത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. വലിയ തർക്കവും പ്രതിഷേധവും ഒക്കെ അവിടെ ഉയർന്നതുമാണ്. അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം ഇന്ന് തന്നെ പരിഹരിക്കുമെന്ന് DMO ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടുകൊമ്പൻ വീണത്. പിന്നീട് അതിന്റെ പരാക്രമം, നാട്ടുകാരുടെ ആശങ്ക, ഇതെല്ലാം പരിഹരിക്കപ്പെട്ടത് 20 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു. വീട്ടുകാർ കുടിവെള്ളമെടുക്കുന്ന കിണറ്റിൽ ഒന്ന് തിരിയാൻ പോലുമാകാതെ കാട്ടുകൊമ്പൻ. സമീപത്തെ വീട്ടിൽ തുടർച്ചയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി ചർച്ച. ഇന്നലെ ഊർങ്ങാട്ടിരിയിൽ ഇതായിരുന്നു കാഴ്ച. രാപ്പകൽ പ്രതിഷേധം, നാടകീയത. ആനയെ കരയ്ക്കു കയറ്റി തൊട്ടടുത്ത കാട്ടിലേക്ക് തന്നെ വിടാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിൽ നാട്ടുകാർ നിന്നു. മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ മറ്റിടത്തേക്ക് മാറ്റാമെന്ന ഉറപ്പ് ആദ്യം DFO നൽകി. എന്നാൽ വൈകിട്ടോടെ സ്ഥിതി മാറി. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ അറിയിച്ചു. സമീപത്തെ കാട്ടിലേക്ക് തന്നെ വിടാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിൽ രോഷം പലപ്പോഴും അണപൊട്ടി. ജനം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നമുക്ക് ഒരു അഭിപ്രായം രാവിലെ മുതൽ ഉണ്ട്. അതിനപ്പുറത്തേക്കാണെങ്കിൽ നമ്മളൊരു ഇഞ്ചി JCB നടക്കൂല. ഒടുവിൽ 3 വ്യവസ്ഥകളിൽ സമ്മതം. കാട്ടാനയെ 500 മീറ്റർ അകലെയുള്ള കാട്ടിലേക്ക് വിട്ടാലും കുങ്കിയാനകളെ വെച്ച് പരിശോധിക്കുക. RRT സംഘം സ്ഥലത്ത് നിലയുറപ്പിക്കും. കിണറിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ നൽകും. വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കാൻ ഉടൻ എസ്റ്റിമേറ്റ് കൈമാറും. ആ ജീവി അതിൻ്റെ ഒരു മാർഗം കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഏർണിങ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ എയിം എന്നുള്ളത് ഇത് പൂർണ്ണമായിട്ടും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുക, അത് ഉൾവനങ്ങളിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുംകി ഉള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഓർക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ജനം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനായിട്ടും അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിക്കാനായിട്ട് ഇവർ തയ്യാറായത്. നാട്ടുകാർ സമ്മതം മൂടിയപ്പോഴേക്കും സമയം രാത്രി 7 കഴിഞ്ഞു. പിന്നീട് രക്ഷാദൗത്യം. കിണറ്റിലേക്കുള്ള ചാലുകീറി കിണറിന്റെ മണ്ണിടിച്ച് ആനയ്ക്ക് വരാനുള്ള വഴിയൊരുക്കി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് ഉത്തരവിട്ടു. പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ച് ആനയ്ക്ക് പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. ആനയ്ക്ക് ഗ്രിപ്പ് കിട്ടാനുള്ള വസ്തുക്കൾ ഇട്ടുവരെ വനം വകുപ്പ് നടത്തിയ പരിശ്രമങ്ങൾ 3 മണിക്കൂറിന് ശേഷം വിജയത്തിലേക്ക്. അവൻ പതിയെ നടന്ന് അമ്മയുടെ അടുത്തേക്ക്. വെട്ടിക്കൊടുത്ത വഴിയിലൂടെ ആദ്യം കയറാതിരുന്നപ്പോൾ ആശങ്ക. ഒടുവിൽ സർവ്വ ഊർജവും സംഭരിച്ച് കൊമ്പൻ കാട് കയറി. ഇനി നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ, അത് ഊർങ്ങാട്ടിരിക്കാരുടെ നെഞ്ചിടിപ്പേറ്റും. അർഷാക്കിനും നൗഫലിനുമൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. അപ്പോൾ കിണറ്റിൽ വീണ കാട്ടാനെ അങ്ങനെയൊക്കെ കരകയറ്റിയത് കാട്ടിലേക്ക് പോയെങ്കിലും ഉറുങ്ങാട്ടിരിയിലെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള അല്ലെങ്കിൽ ദിവസങ്ങളായുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ അടിക്കടിയായിട്ട് ഇങ്ങനെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ശാശ്വതമായ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് ചേർന്നാണ് വരുന്നത്. അതെ അതെ. എന്നാലും ആനകളുടെ പ്രശ്നം അത് എനിക്ക് തോന്നുന്നു കേരളത്തിന് ഒരു പൊതു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. കാട്ടാനകൾ എല്ലാ ജില്ലകളിലും എന്നോണം നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച. വന്യമൃഗങ്ങൾ, അതായത് കാട്ടുപന്നിയാണെങ്കിലും കാട്ടാനയാണെങ്കിലും പുലിയാണെങ്കിലും ആനകൾക്കാണ് കുറച്ചുകൂടെ കൂടുതൽ എല്ലായിടങ്ങളിലും ഉള്ളത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഇത് തൃശ്ശൂരിൽ നിന്നാണ്. നമുക്കറിയാം, തൃശ്ശൂർ അതിരപ്പള്ളിയിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സയ്ക്കായുള്ള ശ്രമം ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനത്തിലേക്ക് പോയ കാട്ടാനയെ കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്നിരിക്കെ കണ്ടെത്താൻ വൈകുന്നത് ആശങ്കയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് 2 ദിവസമായി ആന കാണാമറയത്ത് തുടരുന്നത്. ആനയ്ക്കായി കാലടി പ്ലാന്റേഷനിലെ 1-ാം ബ്ലോക്ക്, 3-ാം ബ്ലോക്ക്, 17-ാം ബ്ലോക്ക്, തടിമുറി, വാടാമുറി, ഫാക്ടറി ഡിവിഷൻ, കശുമാവിൻ തോട്ടം, എലിച്ചാണി, പറയൻപാറ എന്നിവിടങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്നലെയും തിരച്ചിൽ നടത്തി. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഉൾവനത്തിലും സമീപ മേഖലകളിലും ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ. എന്നാൽ ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നാണ് ആശങ്ക. ഇന്ന് വാഴച്ചാൽ ഡിവിഷന് പുറമെ മലയാറ്റൂർ, ചാലക്കുടി ഡിവിഷനുകളിലും ആനയ്ക്കായുള്ള പരിശോധന ശക്തമാക്കും.
ആനയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടിവെച്ച് ചികിത്സിക്കാനാണ് വനം വകുപ്പ് തീരുമാനം. ചാലക്കുടി പുഴയിലെ തുരുത്തിൽ നിന്ന് മാറ്റുന്നതിനായി പടക്കം പൊട്ടിച്ചതോടെയാണ് ആന ബുധനാഴ്ച വനത്തിലേക്ക് കയറിയത്. 24 അതിരപ്പള്ളി. യെസ്, അപ്പോൾ അതാണ് അതിരപ്പള്ളിയിലെ ആന എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ടെത്തിയ ശേഷം മാത്രമാണല്ലോ കണ്ടെത്താൻ വൈകും തോറും ആനയുടെ ആരോഗ്യനിലയിൽ പ്രശ്നമുണ്ടായേക്കും. ഇപ്പോൾ തന്നെ ആരോഗ്യനില വഷളാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആനയെ കണ്ടെത്തുക എന്ന ആ ദൗത്യത്തിലേക്ക് ഇന്നെങ്കിലും കടക്കാൻ സാധിക്കട്ടെ. നമുക്കിനി നേരെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഒന്ന് അമേരിക്ക വരെ പോവാം. നമ്മുടെ മധു കൊട്ടാരക്കര തയ്യാറായി നിൽക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വാർത്തയാണ് മധു കൊട്ടാരക്കര അവിടെ ഒന്നും പങ്കുവെക്കാനുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഫെഡറൽ കോടതി. സിയാറ്റിലെ ഫെഡറൽ ജഡ്ജാണ് ഈ ഉത്തരവ് 14 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത്. വിശദമായ വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്നുള്ളത്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണല്ലോ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണം ഏറ്റ ശേഷം ഉടൻ പോകുന്നു. പതിവില്ലാത്ത വിധം നിരവധി പേർ അതിനെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ കോടതി ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് പറയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഏറെ വിവാദമായിരുന്നു. ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇപ്പോൾ ഒരു ഫെഡറൽ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ അത് തടയുവാൻ ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് ഫെഡറൽ ജഡ്ജി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അടുത്ത 14 ദിവസത്തേക്ക് ഈ നയം നടപ്പാക്കുന്നത് നിർത്തിവെക്കുവാനുള്ള അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന വാഷിംഗ്ടൺ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ നിക് ബ്രൗണിന്റെയും അതുപോലെ മറ്റ് ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം നൽകുന്ന 3 സംസ്ഥാനങ്ങളുടെയും അഭ്യർത്ഥന സിയാറ്റിൽ ഇരിക്കുന്ന ജഡ്ജി ജോൺ കഫ്നറാണ് അംഗീകരിച്ചത്. ഇദ്ദേഹത്തെ റൊണാൾഡ് റീഗന്റെ കാലത്ത് അപ്പോയിന്റ് ചെയ്ത ജഡ്ജിയാണെന്ന് ഓർക്കണം. ഇത് സംബന്ധിച്ച് ജഡ്ജി പറഞ്ഞത് 4 പതിറ്റാണ്ടിലേറെയായി താൻ ഈ ബെഞ്ചിലുണ്ട്. ഇത്ര വ്യക്തതയോടെ ചോദ്യങ്ങളുള്ള ഒരു കേസ് ഇതാദ്യമായിട്ടാണ് തന്റെ ബെഞ്ചിൽ വരുന്നത്. ഈ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണെന്ന് വാദിക്കുന്ന ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് തേടി ഫെഡറൽ കോടതികളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ജനിക്കുന്നത് ഈ ഉത്തരവിന്റെ പേരിൽ താൽക്കാലികമായി എങ്ങനെ നിർത്തിവെക്കുവാൻ പറ്റുമെന്നാണ് ഈ കേസ് സംബന്ധിച്ച് വാദിച്ച അറ്റോർണി ലെയ്ൻ പൊലോസള ഇന്ന് കോടതിയിൽ പറഞ്ഞത്. ക്രിസ്റ്റീന, അതുപോലെ ഇത് ഡൊണാൾഡ് ട്രംപിന് ഒരു തിരിച്ചടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ വെക്കുന്നത് വഴി ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം അമേരിക്കൻ ജനതയുടെ മുമ്പോട്ട് വെക്കുകയാണ്. കാരണം ഇത് ഒപ്പുവെക്കുന്ന ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഇത് ഫെഡറൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. ഇത് ഭരണഘടനയിൽ അനുശാസിക്കുന്ന ഒരു തീരുമാനത്തിന് എതിരെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. അതുകൊണ്ട് ഇതിന് ഒരുപാട് പടിപടികളായിട്ട് കടന്നു പോയിട്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ. കൃഷ്ണ, പ്രജൻ. ശരി മധു, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഉണ്ടല്ലോ അമേരിക്കയിൽ നിന്ന്. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ വ്യാപനമാണ്. അത് ഇങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ അതിങ്ങനെ വ്യാപിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ഏത് രീതിയിലുള്ളൊരു ദൗത്യമാണ് ഇനി അവിടെ പ്രാവർത്തികമാവുക? എന്തൊക്കെ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്? പ്രജിൻ, തെക്കൻ കാലിഫോർണിയയിലാണ് പുതുതായിട്ടൊരു കാട്ടുതീ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ കാട്ടുതീ ഏതാണ്ട് 24% നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ മഴയില്ലാത്തതും ആഞ്ഞു വീശുന്ന കാറ്റും ഇവിടുത്തെ ഈ വരണ്ട കാലാവസ്ഥയും ഒക്കെ ഈ കാട്ടുതീ വലിയ തോതിൽ വ്യാപിക്കുവാനുള്ള കാരണമാകുകയുണ്ടായി. ഏതാണ്ട് 10,000-ലധികം ഏക്കർ കത്തി നശിച്ചു. ഇതിനോടകം ഈ മേഖലയിലുള്ളവരോട് കുടിയൊഴിഞ്ഞു പോകാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആരും മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും ഇല്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ശനിയാഴ്ച ഈ പ്രദേശം എത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റ് 2 സ്ഥലങ്ങളിൽ ഈറ്റണിലും ഒക്കെ ഈ വലിയ തോതിൽ ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറെ ആശ്വാസമാകുന്ന ഒരു വാർത്ത, ഈ വാരാന്ത്യത്തിൽ മഴ വരുവാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി വലിയ തോതിൽ ഈ തീ അണയുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് കാലാവസ്ഥ നിരീക്ഷകരും അതുപോലെ അഗ്നിശമന സേനാംഗങ്ങളും. പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂജേഴ്സിയിൽ നിന്നും, അല്ലേ? നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും വളരെ ആക്റ്റീവായിട്ട് എന്നത്തെയും പോലെ തന്നെ ഇന്നും
അതാ ചാടി എഴുന്നേറ്റിട്ടുണ്ട്. എല്ലാവരും ജോഗിങ്ങിനൊക്കെ ആയിട്ടും പിന്നെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതാ സീന മുഹമ്മദ് പറയുന്നു, ഞങ്ങൾ ഒഴിവ് ദിവസം അവിടെ പോകാറുണ്ട്. ഇവിടെ മറൈൻ ഡ്രൈവിലാണെന്ന് തോന്നുന്നു. പുലർച്ചെ കാണുന്നത് ആദ്യമായിട്ടാണ്, നന്ദി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആഷ വി, സോണി ജോസഫ്, മിനി ബാബു, ലേസിയസ്റ്റ് ക്വീൻ, ബിന്ദു പി നായർ, ആരിഫ് MV, അങ്ങനെ ഒരുപാട് പ്രേക്ഷകര്. ക്രിസ്റ്റി, ഇന്ന് ഉറക്കം ശരിയായില്ലേ? വല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഒരു പിടുത്തം വരുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടോ? ആരാ പറഞ്ഞ? എവിടെ എവിടെ? ശരിയാണ്, പറഞ്ഞതിൽ ശരിയുണ്ട്, കറക്റ്റാണ്. ആരോഗ്യ പ്രശ്നമുണ്ട്, കുറച്ചൊരു പ്രശ്നമുണ്ട്. പൊട്ടിച്ചിരിക്കാൻ പറ്റുമോ? എന്ത് പൊട്ടിച്ച് ഇരിക്കണം? അയ്യോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വന്ന കോമഡിയുടെ ഒരു ആഘാതം എനിക്ക് ഒന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ ചെറിയൊരു ബ്രേക്ക് വേണം. വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം മറൈൻ ഡ്രൈവിലെ വാക്ക്വേയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്, 6:20 ആവുമ്പോൾ അടുത്ത ഒരു സ്റ്റോറി, അടുത്തൊരു സ്പെഷ്യൽ റിപ്പോർട്ടാണ്. അത് ഒരിക്കലും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് വായിക്കേണ്ട ആൾ തന്നെ വായിക്കണം. അങ്ങനെ ഒരു ടോക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ സാമ്പത്തിക ലോകത്തു നിന്നുള്ള വാർത്തകൾ അറിയണം. അത് എന്റെ തന്നെ ഒരു ആഗ്രഹമാണ്. അറിയാൻ താല്പര്യമില്ല. പ്രജിനെ പോലെ ഇത്രയും പരിണിത പ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ പറയാമോ? ഓക്കെ, നമുക്ക് വാർത്തയിലേക്ക് പോയാൽ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ തുടർച്ചയായി മൂല്യത്തകർച്ച നേരിടുന്ന രൂപയ്ക്ക് വീണ്ടും തിരിച്ചടി എന്ന വാർത്തയാണ് വരുന്നത്. തെക്കനേഷ്യയിലെ ഏറ്റവും ദുർബലമായ കറൻസികളിൽ ഒന്നാണ് രൂപയെന്നാണ് റേറ്റിംഗ് ഏജൻസി മൂഡീസ് വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം $1 85 കടന്നത്. അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും യുക്രൈൻ റഷ്യ സംഘർഷവുമൊക്കെ രൂപയുടെ തകർച്ചയ്ക്ക് കാരണമായി. $1 86 രൂപയെന്ന നിലയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മൂഡീസിന്റെ പരാമർശം. കഴിഞ്ഞ 2 വർഷത്തിനിടെ 5%, കഴിഞ്ഞ 5 വർഷത്തിനിടെ 20% ഇടിവാണ് രൂപയുടെ മൂല്യത്തിലുണ്ടായതെന്ന് മൂഡീസ് വ്യക്തമാക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ദുർബല കറൻസികളിലൊന്നെന്ന വിലയിരുത്തലിലേക്ക് രൂപ എത്തുന്നത് ഇതേ തുടർന്നാണ്. ഇറക്കുമതി നികുതി കൂട്ടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡോളർ സൂചികയിൽ ഇടിവ് നേരിടുകയും രൂപയുടെ മൂല്യം മെച്ചപ്പെടുകയും ചെയ്തു. മൂഡീസിന്റെ വിലയിരുത്തൽ രൂപയ്ക്ക് കൂടുതൽ തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. രൂപയ്ക്ക് രാജ്യാന്തര മുഖം നൽകുന്നതിനായി നോൺ റെസിഡന്റ് വിഭാഗത്തിലെ ഇന്ത്യക്കാർക്ക് വിദേശത്ത് രൂപയിൽ അക്കൗണ്ട് തുറക്കാൻ RBI അനുമതി നൽകിയിരുന്നു. ബിസിനസ് ഡെസ്ക് 24. അപ്പോൾ അങ്ങനെ രൂപയുടെ മൂല്യത്തകർച്ച, ഒപ്പം തന്നെ രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ദുർബലമായ കറൻസികളിൽ ഒന്നാണ് രൂപ എന്ന് മൂഡീസ് റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി വരുമ്പോൾ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഒരു ക്രൈം വാർത്തയാണ്. നമുക്കറിയാം, കഠിനകുളം ആതിര കൊലക്കേസ് പ്രതി ഇന്നലെ പിടിയിലായിരുന്നു. ജോൺസൺ ഔസേപ്പ് എന്നാണ് പ്രതിയുടെ പേര്. ഇന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ പിടികൂടുന്ന സമയത്ത് ജോൺസൺ ഔസേപ്പ് വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു. പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ കേസ് അന്വേഷിക്കുന്ന കഠിനകുളം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അറസ്റ്റ്. എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജോൺസൺ ഔസേപ്പിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം കുറിച്ചിയിൽ വെച്ച് ചിങ്ങവനം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ജനുവരി 7 വരെ ഇയാൾ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് പോലീസ് നീക്കം. മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച പ്രതിയുടെ ചിത്രം കണ്ട് സംശയം തോന്നിയ വീട്ടുടമസ്ഥയുടെ മകളാണ് പഞ്ചായത്ത് മെമ്പറെ വിവരമറിയിച്ചത്. മെമ്പർ പോലീസിനെ വിളിച്ചു. ഉച്ചയോടെ വീട്ടിലെത്തി കപ്പ ബിരിയാണിയും കഴിച്ചാണ് ജോൺസൺ ബാഗുമായി പുറത്തേക്ക് പോയത്. ഇയാൾ തന്നെയാണ് താൻ വിഷം കഴിച്ച വിവരം പോലീസിനെ അറിയിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ജോൺസന്റെ ആരോഗ്യനില കൂടി കണക്കിലെടുത്താകും അറസ്റ്റ്. ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്താൽ ഇയാളെ കഠിനംകുളത്ത് എത്തിക്കും. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പിന്നീട് തീരുമാനിക്കും. ചൊവ്വാഴ്ചയാണ് ആതിരയെ ജോൺസൺ കൊലപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദത്തിലായ ആതിര കൂടെ ജീവിക്കാൻ ഒപ്പം വരാത്തതാണ് കൊലപാതക കാരണം. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് എന്താണ് ഇനിയിപ്പോൾ പറയണം. ജോൺസൺ ഔസേപ്പ് പറയണം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇന്നലെ ഒരു ആരോഗ്യാവസ്ഥയാണോ ഇയാളുടേതെന്ന്. പക്ഷെ എന്തായാലും ആ കുറ്റകൃത്യം വളരെ ക്രൂരമായിപ്പോയി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നു, കൂടെ ജീവിക്കണമെന്ന നിർബന്ധം പിടിക്കുന്നു, അതിനുശേഷം അവരെ വീട്ടിലെത്തി കൊലപ്പെടുത്തുന്നു.
ഇനി കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് മുൻപ് നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടന്ന ചേന്നമംഗലം ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ഋതു ജയന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. പ്രതിയെ 4 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും സംഭവ സ്ഥലത്ത് വെച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വലിയ പ്രതിഷേധങ്ങൾക്കിടെയും ഈ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോഴൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനപ്പുറമായി തനിക്ക് യാതൊരു പശ്ചാത്താപവുമില്ല, മാത്രമല്ല ജിതിൻ മരിക്കാത്തതാണ് തൻ്റെ ഒരു വിഷമം എന്ന് പ്രതി പറയുകയും ചെയ്തു. ഇപ്പോൾ ജിതിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ജിതിൻ്റെ മൊഴിയെടുക്കുക? ക്രിസ്റ്റീന, ഇനി ഈ കേസിൽ അവശേഷിക്കുന്നത് ജിതിൻ്റെ മൊഴിയെടുക്കുക എന്ന ദൗത്യം മാത്രമാണ്. പക്ഷേ ജിതിൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ട ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് കടന്നാൽ മതി എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ പറവൂർ കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം റിമാൻഡ് ചെയ്യും. 5 ദിവസമാണ് ഋതു ജയനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിൽ 4 ദിവസം ചോദ്യം ചെയ്തു. ഇന്നലെ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതിയെ കോടതിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രതിഷേധത്തിന് സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പറവൂർ കോടതിയിൽ വലിയ പോലീസ് സന്നാഹം ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ പ്രതി അവിടെ കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് നേരെ അക്രമ സ്വഭാവം അടക്കം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യത അനുസരിച്ച് വലിയ സുരക്ഷാ സന്നാഹത്തോടുകൂടിയായിരിക്കും പ്രതിയെ എത്തിക്കുക. കേസന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇതിനോടകം തന്നെ ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട്. ഒപ്പം ആ ദൃക്സാക്ഷികളായ 7ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയായിരുന്നു അത്. ഇനിയുള്ളത് ജിതിൻ്റെ മൊഴിയെടുക്കുക, അതോടൊപ്പം ചില തെളിവുകൾ കൂടി സമാഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ ആലുവ 4 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ 36 ദിവസത്തിലാണ് കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചത്. ഇത് അതിനു മുൻപ് സമർപ്പിക്കാനാകും, അത്രയും സമയം എടുക്കേണ്ടി വരില്ല എന്നൊരു വിലയിരുത്തലും അന്വേഷണ സംഘത്തിന് ഉണ്ട്. നാടിനെ നടുക്കിയ കൊലപാതകമാണ്. 3 പേരെയാണ് ഋതു ജയൻ എന്ന 28-കാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ചേന്നമംഗലത്ത്. ക്രിസ്റ്റീന. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. അപ്പോൾ കൊച്ചിയിൽ സുപ്രഭാതം ഇങ്ങനെ പൊട്ടിവിടർന്ന് കിളികളുടെ കളകളാരവും പൊട്ടിവിടർന്ന സുപ്രഭാതം ഒന്ന് നോർത്തിലേക്കും ഒന്ന് സൗത്തിലേക്കും പോയിട്ടുണ്ട്. ആ പരപരാ നേരം വെളുത്തു വരുന്നതിന്റെ, അതായത് എറണാകുളം സൗത്തിലേക്കും ഒന്ന് നോർത്തിലേക്കും സുപ്രഭാതം പൊട്ടിവിടർന്നില്ലേ, അത് രണ്ടായിട്ട്. അപ്പോൾ ആ മനോഹരമായ കാഴ്ചകളായിരുന്നു. ചാർജ് ആവൂ, ആക്റ്റീവ് ആവെന്ന് പറഞ്ഞപ്പോൾ ഇത്ര മാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അല്ലേ? അതെ, പ്രേക്ഷകർക്ക് ഇത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കാരണം ഇവിടെ നല്ല ഇരുട്ടാണ്. നമുക്ക് അടുത്ത വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി സുബൈദ കൊലക്കേസിൽ പ്രതി ആഷിഖിന്റെ മാനസികാരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ താമരശ്ശേരി കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചപ്പോഴാണ് കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലവിൽ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ആഷിഖുള്ളത്. ഇന്ന് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമെടുക്കുക. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടത്. ലഹരിക്കടിമയായ ആഷിഖ് സ്വന്തം മാതാവായ സുബൈദയെ വെട്ടുകത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഈ ലഹരിക്കടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ലഹരിയൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ മാനസികമായ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതിരിക്കുക.